സ്തുതിയായിരിക്കട്ടെ. സമാഗതമാകുന്ന ക്രിസ്മസിൻ്റെ പുണ്യങ്ങളും നന്മകളും എല്ലാവർക്കും പ്രാർത്ഥനയോട് നേരുന്നു. ഒരു വിശ്വാസത്തിൽ തീർത്ഥാടനം നമ്മൾ കാണുന്നത് പഴയമത്തിൽ പുറപ്പാട് പുസ്തകത്തിലുണ്ട്. തേനും പാലുള്ള നാട്ടിലേക്ക് മോശയുടെ നേതൃത്വം നടത്തുന്ന ഒരു യാത്ര വിശ്വാസ തീർത്ഥാടനമാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ഈ കാത്തിരിപ്പ്, 25 നോമ്പ് എടുത്ത് നമ്മൾ ക്രിസ്തുവിനെ തേടിയുള്ള ഒരു യാത്ര, ഈശോയെ തേടിയുള്ള യാത്ര. അർത്ഥം ഇതാണ്: ദൈവത്തിന് അർത്ഥം കൊടുക്കുക, ദൈവത്തിന് ഇടം കൊടുക്കുക. ക്രിസ്മസ് അത് തന്നെയാണ്, ഈശോയ്ക്ക് ഇടം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതയാത്ര. നമ്മുടെ വീട്ടിലും നമ്മുടെ ഹൃദയങ്ങളിലും ചുറ്റുപാടും നമ്മുടെ ഇടം കൊടുക്കുക. ഒപ്പം മാതാപിതാക്കന്മാർക്ക്, ദമ്പതികൾ തമ്മിൽ, മക്കൾ തമ്മിൽ, അയൽവക്കാരോട്, നമ്മൾ ഓരോ ഇടപെടുന്ന പ്രസ്ഥാനങ്ങളോടൊക്കെ ഈശോയുമായിട്ട് നമ്മൾ ബന്ധം ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്ക് ഇടം കൊടുക്കുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് അപ്രകാരം ക്രിസ്തുവിന് ഈശോയ്ക്ക് ഇടം കൊടുത്തുകൊണ്ട് ഈ ക്രിസ്മസ് കൊണ്ട് എൻ്റെ മഹത്വത്തിൻ്റെ എല്ലാവർക്കും ക്രിസ്മസ് പള്ളി പോയിട്ട് വന്നോ? അപ്പ കഴിഞ്ഞ ദിവസം അച്ഛൻ വിശ്വാസത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. വിശ്വാസം എന്നാൽ എന്ത്? എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തരുമോ? വിശ്വാസത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടോ എന്നുള്ള ബോധ്യവുമാണ്. മനസ്സിലായോ? ഇപ്പം എനിക്ക് മനസ്സിലായില്ല. കാണപ്പെടാത്തെന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുമോ? ദൈവത്തെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. വിശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. സ്വർഗത്തിലുള്ള വിശുദ്ധന്മാര് ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നീ പറഞ്ഞതൊക്കെ കേട്ടോ? ചെറുതായിട്ടൊക്കെ. നിനക്ക് വല്ല സംശയം ഉണ്ടോ ചോദിക്കാൻ? അതെങ്ങനെയപ്പ കാണാത്ത ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുന്നത്? നമ്മുടെ ശ്വാസത്തെ നമുക്ക് കാണാൻ പറ്റുമോ? നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ ദൈവത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈശോയുടെ മരണവും ഉത്ഥാനവും വഴിയാണ് പാപികളായ നമുക്ക് രക്ഷ കൈവന്നത്. ഇന്ന് അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. അപ്പൊ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന് പറഞ്ഞാല് സ്വർഗത്തെ കുറിച്ചാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഈശോ മരിച്ചതിന് ശേഷം എഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. അപ്പോ ഈശോയുടെ ഉത്ഥാനമാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് സ്വർഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. മരണശേഷം നമുക്ക് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ എത്താൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യാശ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലായി. നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ ഈശോ അനുഭവിക്കാനും നമ്മളെ വിശുദ്ധിയോട് വിശുദ്ധ കുർബാന സ്വീകരിക്കണം, അല്ലേ? വെരി ഗുഡ്. ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്നേഹത്തോടെ സ്വീകരിക്കാം.